1995 മുതൽ 2004 വരെ ധർമ്മസ്ഥലയിൽ ഒരു ക്ലീനിങ് ജോലി ചെയ്ത ഒരു തൊഴിലാളി ചില തരത്തിലുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. വളരെയധികം വലിയ രീതിയിലുള്ള അഴിമതികൾ മാത്രമല്ല, അവിടെ ആളുകൾ കൊണ്ടുപോയി ഇടുന്ന പണവും കാര്യങ്ങളും മെഡിക്കൽ മാത്രമല്ല, അവിടെ കുറെ പെൺകുട്ടികളെ പിടിച്ചു കൊണ്ടുവന്നതിന് ശേഷം റേപ്പ് ചെയ്ത് കൊലപാതകം ചെയ്തതിന് ശേഷം ഇദ്ദേഹത്തിനെ കൊണ്ട് നിർബന്ധിപ്പിച്ചുകൊണ്ട് തന്നെ ആ ശവശരീരങ്ങൾ മുഴുവനായിട്ട് ആ അമ്പലത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് കൊണ്ടുപോയിട്ട് കുഴിച്ചിടാൻ വേണ്ടി അവിടെയുള്ള ആളുകൾ നിർബന്ധിപ്പിക്കുകയാണ് ചെയ്തത്. അത് മാത്രമല്ല, ഈ കാര്യങ്ങളെല്ലാം ഇദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ കുറ്റകൃത്യം കാര്യങ്ങൾ ചെയ്യുന്ന വളരെയധികം വലിയ രീതിയിലുള്ള സിൻഡിക്കേറ്റ് പെടുന്ന ആളുകളാണ്. പോലീസുകാരുമായിട്ടും അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടും പല രീതിയിൽ തന്നെ ഇൻവോൾവും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പിടിപാടും കാര്യങ്ങളുമുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള ക്രൈമും കാര്യങ്ങളും ചെയ്യുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ പിന്നീട് ഇവരെ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ തന്നെ ഇദ്ദേഹം ഇവർ പറയുന്ന രീതിയിൽ തന്നെ ശവശരീരങ്ങൾ കുഴിച്ചിടാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹം ഏകദേശം പറയപ്പെടുന്നത് 1995 മുതൽ ഏകദേശം 2014 വരെ ഇദ്ദേഹം കുഴിച്ചിട്ട് ശവശരീരങ്ങൾ 100-ൽ തുടങ്ങിക്കൊണ്ട് തന്നെ 400ഓളം ശവശരീരങ്ങളാണ് ഇത്തരത്തിൽ തന്നെ കൊണ്ടുപോയി കുഴിച്ചിട്ടത്. ബിസിനസ് മേഖലയിലാണെങ്കിലും ഇവർക്ക് നേരെ ശത്രുക്കളാണ് എന്ന് തോന്നി വരുന്ന ആണുങ്ങളെ വരെ പിടിച്ചു കൊണ്ടുപോയി കൊലപാതകം ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, 18 വയസ്സ് പോലും തെയ്യാത്ത പെൺകുട്ടികളെ വരെ അവിടെ പിടിച്ചു കൊണ്ടുപോയതിനു ശേഷം അതിദാരുണമായി റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയ ഈ ശരീരഭാഗങ്ങളൊക്കെ ഇവൻ നിർബന്ധിപ്പിച്ചുകൊണ്ട് തന്നെ ഇവനെ കൊണ്ട് അവിടെ നിന്ന് ഇവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെ കുഴിച്ചിടാൻ വേണ്ടി അവർ നിർബന്ധിപ്പിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം 2014 ശേഷം പിന്നീടാണെങ്കിൽ ഇവൻ ഭയന്നും കൊണ്ട് തന്നെ അവിടെ നിന്ന് ഇവന്റെ കുടുംബങ്ങളെയും കൂട്ടിക്കൊണ്ട് തന്നെ അവിടെ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്തത്. മറിച്ചാണ് ഇവർക്കെതിരെ എതിർക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ തന്നെ ഇവന് ഇത്തരത്തിൽ തന്നെ കൊലപാതകം ചെയ്യും. അത് മാത്രമല്ല, ഇവന്റെ കുടുംബക്കാരെ അവർ വെച്ചേക്കുകയില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ അവൻ ഭയന്നും കൊണ്ട് തന്നെ ഈ ക്ലീനിങ് തൊഴിലാളിയാണെങ്കിൽ അവിടെ നിന്നും ഭയന്നും കൊണ്ട് തന്നെ വേറൊരു സ്ഥലത്തോട്ട് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവൻ എവിടെയാണ് പോകുന്നത് എന്ന് അവരെടുത്ത് ആരെടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഇവൻ കടന്നുറങ്ങുമ്പോൾ ഇവന്റെ കുറ്റബോധം കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ പിന്നീട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തൻ്റെ ഒരു വക്കീൽ മുഖാന്തരം പറയുകയാണ്. മറിച്ച് നേരെ ധർമ്മസ്ഥലയിലുള്ള പോലീസ് സ്റ്റേഷനിലോട്ട് പോയി പറയുകയാണെങ്കിൽ ഇവന്റെ കാര്യം മറിച്ചൊന്നും ആയിരിക്കില്ല. ഈ സിൻഡിക്കേറ്റിൽ പെടുന്ന ആളുകളാണെങ്കിൽ ഇവനെ പിടിച്ചു കൊണ്ടുപോയി കൊലപാതകം കാര്യങ്ങൾ ചെയ്യും. കർണാടക പോലീസിനെ വലിയ രീതിയിൽ നമ്മളെ പോലീസിനോട്ട് നമ്പാൻ പറ്റുന്ന പോലീസും കാര്യങ്ങളൊന്നും അല്ല. അതായത് നമ്മളെ ബാംഗ്ലൂരിലും കാര്യങ്ങളൊക്കെ പണിയെടുക്കുന്ന ആളുകളൊക്കെ ഇത്തരത്തിൽ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനും ബാംഗ്ലൂരിൽ പണിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന ആളായിരുന്നു. ഇത്തരത്തിൽ തന്നെ ഞാൻ വർക്കും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. പോലീസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ അടുത്തും ബിഹേവും കാര്യങ്ങളൊക്കെ ചെയ്ത രീതിയിൽ തന്നെ നമുക്ക് തിരിയുന്ന ഒരു കാര്യമാണ്. അതായത് മലയാളീസ് എന്ന് പറയുന്ന രീതിയിൽ തന്നെ കർണാടക പോലീസിന് മെയിനായിട്ടൊന്ന് കണ്ടുകൂടാ. അത് മാത്രമല്ല, ഇത്തരത്തിൽ തന്നെ ഇൻവോൾവും കാര്യങ്ങളുള്ള ആളുകൾ ഇത്തരത്തിൽ തന്നെ ഈ പോലീസുകാരുടെ പക്കൽ കംപ്ലൈൻറ്റും കാര്യങ്ങളുമായി പോവുകയാണെങ്കിൽ തന്നെ മറിച്ച് ഈ പോലീസുകാരെ തന്നെ നേരെ പിടിച്ചുകൊണ്ടുപോയി കൊടുക്കും ചെയ്യും. ചിലപ്പോൾ ചവിട്ടി കൊന്നതിന് ശേഷം പിന്നീട് കുഴിച്ചിടാൻ വേണ്ടി അവർക്ക് ഈ ശവശരീരം ആക്കിയതിന് ശേഷം കൊടുക്കുകയും ചെയ്യും. അത്തരത്തിൽ തന്നെ വളരെയധികം വലിയ രീതിയിൽ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കർണാടക പോലീസ് അവിടെ സ്ഥിതി ചെയ്യപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, ഇത്തരത്തിൽ തന്നെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ഈ ധർമ്മസ്ഥലയിൽ തന്നെ വിവിധ എഴുത്തിൽ തന്നെ മിസ്സിംഗ് കേസും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അവരെ രക്ഷിതാക്കളൊക്കെ പോയ സമയത്ത് ഈ ധർമ്മസ്ഥലയിലെ പോലീസ് സ്റ്റേഷനിലുള്ള ആളുകളാണെങ്കിൽ കേസും കാര്യങ്ങളും ഫയലും കാര്യങ്ങളും ചെയ്തിട്ടില്ല. അതായത് ഈ കേസും കാര്യങ്ങളും ഫയൽ ചെയ്യാതെ തന്നെ ആ മക്കളാണെങ്കിൽ ആരുടെയും കൂടെ ഒളിച്ചോടി പോയതായിരിക്കും. നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇവരവിടെ നിന്ന് പായിപ്പിച്ച് വിടുകയാണ് ചെയ്തത്. അതായത് ഇവർ കേസും കാര്യങ്ങളും ധർമ്മസ്ഥലയിൽ നിന്ന് മിസ്സാകുന്ന പെൺകുട്ടികളോ അതായത് സ്ത്രീകളും പെൺകുട്ടികളെയും ഇത്തരത്തിൽ തന്നെ കേസും കാര്യങ്ങളും പോലീസുകാർ റിപ്പോർട്ടും കാര്യങ്ങളും ചെയ്യാറില്ല എന്നാണ് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. അതിനെപ്പറ്റി തന്നെ നമുക്കൊരു ഉദാഹരണം കിട്ടിയിട്ടുണ്ട്. അനന്യ എന്ന് പറയുന്ന 17-കാരി അവിടെ നേഴ്സിങ്ങിന് പഠിപ്പിനും കാര്യങ്ങൾക്ക് വന്നതായിരുന്നു. ഇവളെ മിസ്സിങ്ങും കാര്യങ്ങളും ആയതിനു ശേഷം കൊൽക്കത്തയിൽ നിന്ന് ഇവളെ അമ്മയായ പ്രചോദ ഭട്ട് ആണെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിൽ പോയതിനു ശേഷം കംപ്ലൈന്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നേ സമയമാണെങ്കിൽ ഈ പോലീസുകാരാണെങ്കിൽ കേസും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവൾ ആരുടെയും കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ അമ്പലത്തിന്റെ ഭരണാധികാരികളായിട്ടുണ്ടായിരുന്ന വീരേന്ദ്ര അതുപോലെ തന്നെ ഹർഷ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ സഹോദരനും കൂടിയിട്ട് തന്നെ ഈ സ്ത്രീയെ വളരെയധികം വലിയ രീതിയിൽ തന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവഗണിച്ച് വിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ഈ സ്ത്രീ താമസിക്കുന്ന സ്ഥലത്ത് അതായത് ഈ കർണാടകയിൽ ഈ സ്ത്രീ താമസിക്കുന്ന ആ സ്ഥലത്ത് വന്നിട്ട് ഈ അമ്പലത്തിൽ നിന്നുള്ള ട്രസ്റ്റിൽ നിന്ന് പറഞ്ഞു വിട്ടുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന 4 ആളുകളാണ് നിങ്ങളുടെ മകളെ കണ്ടെത്താൻ വേണ്ടി ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ സ്ത്രീയെ വിളിച്ചു കൊണ്ടുപോവുകയും പിന്നീട് വളരെയധികം വലിയ രീതിയിൽ തന്നെ മർദ്ദിക്കുകയും ചെയ്തു. ഈ സ്ത്രീ പറയുന്ന പ്രകാരമാണെങ്കിൽ 3 മാസം കോമയിലായിരുന്നു ഈ സ്ത്രീ
ഇത്തരത്തിൽ തന്നെ ഇപ്പോൾ വന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. അതുമാത്രമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ഈ ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളും ചർച്ച ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഒരു യൂട്യൂബ് ചാനലാണ്. 2025 ജൂലൈ മാസം 3-ാം തീയതി ആണെങ്കിൽ ഈ അമ്പലത്തിൻ്റെ അകത്താണ് ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്ന ഈ വ്യക്തിയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ വക്കീൽ മുഖാന്തരം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഒരു കേസും കാര്യങ്ങളും കൊടുക്കുകയാണ്. വക്കീൽ മുഖാന്തരമായിരുന്നു കേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് പ്രകാരം തന്നെ പിന്നീട് ഈ കേസും കാര്യങ്ങളും പിന്നീട് ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നീട് ജൂലൈ 11-ാം തീയതി ഈ യൂട്യൂബ് ചാനൽ മുഖാന്തരം, അതായത് സമീർ വീഡിയോ എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന വ്യക്തിയാണെങ്കിൽ ഇതിനെപ്പറ്റി ഒരു വീഡിയോയും കാര്യങ്ങളും ചെയ്യുകയാണ്. ആ വീഡിയോക്ക് ലക്ഷക്കണക്കിന് വ്യൂസും കാര്യങ്ങളുമാണ് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കൊലപാതകം എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടാവുക, അതുപോലെ തന്നെ ഈ കൊലപാതകത്തിൻ്റെ അകത്ത് വരുന്ന കുറച്ച് നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ട്രസ്റ്റിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരുടെ പേരും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇദ്ദേഹം വീഡിയോയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ പേരിലാണെങ്കിൽ കേസും കാര്യങ്ങളും എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ഇദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. മറിച്ച് ആ യൂട്യൂബ് ചാനലിനകത്താണ് ആ വീഡിയോസും കാര്യങ്ങളും നമുക്കിപ്പോൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. ഇതൊക്കെ കൊണ്ട് തന്നെ പിന്നീട് വിവിധ തരത്തിലുള്ള മാധ്യമങ്ങൾ ഈ കേസ് ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നീട് വലിയ രീതിയിൽ തന്നെ ഇന്ത്യയിൽ മുഴുവനായിട്ട് സോഷ്യൽ മീഡിയയിൽ ഈ കേസും കാര്യങ്ങളും പിന്നീട് ആളിക്കത്തുകയാണ് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീടാണെങ്കിൽ ജൂലൈ 13-ാം തീയതി അവിടുത്തെ CM ആയിട്ടുണ്ടായിരുന്ന സിദ്ധരാമയ്യക്കാണെങ്കിൽ ഡോക്ടർ ദയാലക്ഷ്മി ചൗധരി എന്ന് പറയുന്ന വനിതാ കമ്മീഷൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ ഒരു കേസും കാര്യങ്ങളും കൊടുക്കുകയാണ്. അതായത് അവിടുത്തെ പോലീസും കാര്യങ്ങളും വിശ്വാസം കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ കർണാടകയിൽ വിവിധ രീതിയിൽ തന്നെ മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ത്രീകളുടെ പേരിൻ്റെ അകത്താണ് വിവിധ രീതിയിലുള്ള അന്വേഷണ കാര്യങ്ങൾ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടുത്തെ CM ആയിട്ടുള്ള സിദ്ധരാമയ്യയുടെ പക്കലിനകത്താണെങ്കിൽ ഇത്തരത്തിൽ തന്നെ ഈ സ്ത്രീ കൊണ്ടുപോയിട്ട് ഒരു കേസും കാര്യങ്ങളും കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വളരെയധികം വലിയ രീതിയിൽ തന്നെ ഈ കേസും കാര്യങ്ങളും ആളിക്കത്തുകയും ചെയ്യുകയാണ്. മറിച്ചാണ് ഇദ്ദേഹത്തിന് നോക്കുകയാണെങ്കിൽ ഒരിക്കലും പബ്ലിക് പ്ലേസിൻ്റെ അകത്താണെങ്കിൽ ഇദ്ദേഹം ഹാജരാവില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ തന്നെ കോർട്ടിൽ കൊണ്ടുപോയിട്ട് ഇദ്ദേഹത്തിൻ്റെ അഭിഭാഷകരാണെങ്കിൽ സബ്മിറ്റും കാര്യങ്ങളും ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സബ്മിറ്റും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ഇത് പുറത്തു വരികയാണെങ്കിൽ ഇത് വലിയ രീതിയിലുള്ള ഒരു സിൻഡിക്കേറ്റാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ഇവർ പൂർണ്ണമായിട്ട് ഇദ്ദേഹത്തിൻ്റെ പെട്ടെന്ന് തന്നെ കൊലപാതകം കാര്യങ്ങൾ ചെയ്യുമെന്ന് ഇദ്ദേഹത്തിൽ തന്നെ ഇദ്ദേഹത്തിന് ബോധവും കാര്യങ്ങളുമുണ്ട്. അതുമാത്രമല്ല ഇവരെല്ലാം ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങൾ മുഴുവനായിട്ട് ഇദ്ദേഹം പുറത്തു കൊണ്ടുവരണം എന്ന രീതി കൊണ്ട് തന്നെ ഇദ്ദേഹം കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്ന ചില തരത്തിലുള്ള ശവശരീരങ്ങൾ ഇദ്ദേഹം തോണ്ടിയതിനു ശേഷം ഫോട്ടോസും കാര്യങ്ങളും എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഫോട്ടോസും കാര്യങ്ങളും വെച്ചുകൊണ്ട് തന്നെയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ജൂലൈ 11-ാം തീയതി ഇദ്ദേഹം കോർട്ടിൽ കൊണ്ടുപോയതിനു ശേഷം കേസും കാര്യങ്ങളും കൊടുക്കുന്ന സമയത്ത്, അതായത് കോർട്ടിൽ കൊണ്ടുപോയതിനു ശേഷം വിചാരണയും കാര്യങ്ങളും നടക്കുന്ന സമയത്ത് ഇദ്ദേഹമാണെങ്കിൽ മാസ്കും കാര്യങ്ങളും ഇട്ടതിന് ശേഷമാണ് കോടതിയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അന്നേ സമയം ഈ കോടതിൻ്റെ അകത്താണെങ്കിൽ ആ ജഡ്ജും അതുപോലെ തന്നെ ഇദ്ദേഹം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് പോലീസുകാർക്ക് കൊടുക്കാത്ത ചില തരത്തിലുള്ള തെളിവുകളാണെങ്കിൽ ഇത്തരത്തിൽ തന്നെ ഈ ജഡ്ജിൻ്റെ പക്കൽ ഇദ്ദേഹം കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇദ്ദേഹം കുഴിച്ചിട്ടു എന്ന് പറയപ്പെടുന്ന ചില തരത്തിലുള്ള ശവശരീരങ്ങൾ ഇദ്ദേഹം പിന്നീട് തലയോട്ടിയും അതുപോലെ തന്നെ കൈയിൻ്റെ എല്ലും കഷ്ണം വാരലിൻ്റെ എല്ലും കഷ്ണങ്ങളെല്ലാം ഇദ്ദേഹം കൊണ്ടുവരികയും കോർട്ടിലോട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഇദ്ദേഹത്തിൽ തന്നെ ഈ ജഡ്ജിന്റെ പക്കൽ കൊടുക്കുകയും ചെയ്തു. ഇദ്ദേഹം ഒരിക്കലും ഈ കർണാടക പോലീസിന്റെ പക്കൽ കൂടെ പോയതിനു ശേഷം ഒരിക്കലും പിന്നീട് തെളിവെടുക്കാൻ വേണ്ടി, അതായത് ഇദ്ദേഹം കുഴിച്ചിട്ടു എന്ന് വിശേഷിക്കപ്പെടുന്ന ആ ശവശരീരങ്ങൾ മുഴുവനായിട്ട് ഈ 400ഓളം വരുന്ന ശവശരീരങ്ങൾ മുഴുവനായിട്ട് എടുക്കാൻ വേണ്ടി ഈ കർണാടക പോലീസിന്റെ കൂടെ വിടാൻ പാടില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു ഇദ്ദേഹത്തിന്റെ വക്കീൽ മുഖാന്തരം ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായ കാര്യങ്ങൾ. അതായത് ഇദ്ദേഹത്തിൽ തന്നെ കർണാടക പോലീസിന്റെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിന് വിടുകയാണെങ്കിൽ തന്നെ ഇദ്ദേഹത്തിനെ പെട്ടെന്ന് തന്നെ ഇവർക്ക് കൊല്ലാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ കൊണ്ട് തന്നെ പിന്നീട് അവിടെ ഒരു SIT രൂപീകരിച്ചതിന് ശേഷം, അതായത് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചതിന് ശേഷം ആ ടീമിൻ്റെ കൂടെ ആയിരിക്കണം ഇദ്ദേഹത്തിനെ കൊണ്ടുപോകേണ്ടത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പബ്ലിക് പ്ലേസിൻ്റെ അകത്താണെങ്കിൽ ഇദ്ദേഹത്തിനെ കൊണ്ടുവരാൻ പാടില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് കോടതി പറയുകയും ചെയ്തു. അതായത് ഇദ്ദേഹത്തിൻ്റെ പബ്ലിക് പ്ലേസിൻ്റെ അകത്ത് കൊണ്ടുവരികയാണെങ്കിൽ ഇയാൾ ആരാണെന്ന് തിരിയുകയാണെങ്കിൽ ആളുകൾക്ക് കൊല്ലാൻ വേണ്ടി ഈസിയായി സാധിക്കും. അതുമാത്രമല്ല കർണാടകയിൽ മുഴുവനായിട്ട് കള്ളത്തോക്കുകൾ ഉള്ളൊരു സ്ഥലവും കാര്യങ്ങളുമാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ കൊലപാതകം ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് അവിടെ ഉണ്ടായ കോർട്ടിൻ്റെ അകത്താണെങ്കിൽ ഇദ്ദേഹത്തിന് വേണ്ടി ഹാജരായിട്ടുണ്ടായിരുന്ന വക്കീൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മുൻ DGP ആയിട്ടുണ്ടായിരുന്ന പ്രണബ് മുഹിത് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ കൊണ്ട് ഒരു സ്പെഷ്യൽ ടീം രൂപീകരിപ്പിച്ചതിന് ശേഷം പിന്നീട് അന്വേഷണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഇത്തരത്തിൽ തന്നെ അവിടെയുള്ള ആളുകളെല്ലാം അവകാശപ്പെടുന്നത്. വളരെയധികം വലിയ രീതിയിൽ തന്നെ സത്യസന്ധനായിട്ടുള്ള ഒരു ഓഫീസറും കാര്യങ്ങളുമായിരുന്നു ഇദ്ദേഹം.
നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ സ്ഥലത്ത് തന്നെ കൊലപ്പെട്ടിട്ടുണ്ടായിരുന്ന സൗജന്യ കേസിനെ പറ്റി തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സൗജന്യക്ക് 17 വയസ്സാണ്. ഇവളെയും ഇത്തരത്തിലുള്ള കൊലപാതകം കാര്യങ്ങളുമാണ് ചെയ്തതെന്ന രീതിയിൽ തന്നെ അവിടെ വളരെയധികം വലിയ രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റും കാര്യങ്ങളും നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പുറത്തു വരികയും ചെയ്യും. അതായത് ഇപ്പോൾ പബ്ലിക്കായിട്ട് തന്നെ ഇദ്ദേഹത്തിന് കൊണ്ടുപോയതിനു ശേഷം ഈ കുഴിച്ചിട്ടിട്ടുള്ള ശരീരഭാഗങ്ങൾ മുഴുവനായി തോണ്ടിയെടുക്കാൻ വേണ്ടി സാധിക്കില്ല. ഇദ്ദേഹത്തിന് കൊലപാതക ഭീഷണി ഉണ്ട് എന്ന് കോർട്ടിന് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഇനി വരുന്ന അപ്ഡേറ്റും കാര്യങ്ങളും നിങ്ങളെ അറിയിക്കാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്രാദ്.